പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നു. എന്താണ് നമ്മൾ ഈ കൊല്ലമൊക്കെ ചെയ്യാൻ പോകുന്നത്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് 2026 നമ്മൾ വരവേറ്റത്. ഈ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ പാഠം മാറ്റത്തെയും സ്നേഹത്തെയും കുറിച്ചുള്ളതാ. ഒരിക്കലും ഒരു മുത്തച്ഛൻ, ഞാൻ പറയാൻ പോകുന്ന കഥ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു മുത്തച്ഛൻ, പ്രായമുള്ള ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ജോലി ചെയ്യായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി കളിക്കാൻ കൂടെ വരണം. മുത്തച്ഛ മുത്തച്ഛ വരൂ മുത്തച്ഛ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങി. കുറച്ചു നേരം കുട്ടിയുടെ ശ്രദ്ധയൊന്ന് മാറ്റണമല്ലോ. മുത്തച്ഛൻ അതിനൊരു വഴി കണ്ടുപിടിച്ചു. ഒരു മാസികയിൽ നിന്ന് ഒരു ലോക ഭൂപടം അദ്ദേഹം കയ്യിലെടുത്തു. അത് എന്നിട്ട് ആ പേജങ്ങ് കീറിയെടുത്തു. അത് എന്നിട്ട് കഷ്ണമായിട്ട് അദ്ദേഹം മുറിച്ച് പേരക്കുട്ടിയുടെ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ കുട്ടാ, ഈ കഷ്ണങ്ങളെല്ലാം കൂടെ നീ കൂട്ടി യോജിപ്പിച്ച് ഒരു ലോക ഭൂപടം കൃത്യമായി ശരിയാക്കി കൊണ്ടുപോവാ. അപ്പോൾ നമുക്ക് കളിക്കാൻ പോവാം, ഞാനും വരാൻ കളിക്കാമെന്ന് പറഞ്ഞു. നീ ഒന്ന് റെഡിയായി കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കുട്ടി അത് പൂർത്തിയാക്കാൻ ഒരുപാട് സമയമെടുക്കുമെന്ന് കരുതി മുത്തച്ഛൻ ഉള്ളിലൊരു ചിരിയൊക്കെ ചിരിച്ച് ജോലിയിലേക്ക് ഇറങ്ങി. ആ പൂർണ്ണമായിട്ട് ജോലി. എന്നാൽ മുത്തച്ഛൻ അത്ഭുതമായി. ഹീ സർപ്രൈസ്ഡ്. 5 മിനിറ്റിനുള്ളിൽ കുട്ടി ആ ഭൂപടം കൃത്യമായി ഒട്ടിച്ച് തിരികെ കൊണ്ടുകൊടുത്തു. ഇതാ മുത്തച്ഛ, ഇതാ താനെന്നാ. മുത്തച്ഛൻ ശരിക്കും അമ്പരന്ന് പോയി. ഇത്ര പെട്ടെന്ന് നീ ഇതെങ്ങനെ സാധിച്ചു മോനെ? കുട്ടി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, മുത്തച്ഛ, ആ ഭൂപടത്തിന്റെ പിറകുവശത്തൊരു മനുഷ്യന്റെ ചിത്രം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ആ മനുഷ്യനെ ശരിയാക്കാൻ ശ്രമിച്ചു. മനുഷ്യൻ ശരിയായാൽ ലോകം നന്നാവും. അപ്പോൾ എല്ലാം ശരിയായി. ഈ കഥയുടെ സന്ദേശം വ്യക്തമല്ലേ? ആ കുട്ടിയുടെ ചെറുവായിൽ നിന്ന് വന്ന ഈ കാര്യം, മനുഷ്യൻ നന്നായാൽ ലോകം നന്നാവും. നമ്മൾ നന്നായാൽ ഈ ലോകം നന്നായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ലോകം മാറണമെന്നും നന്മ നിറഞ്ഞതാകണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആ ലോകത്തെ മാറ്റാൻ വേണ്ടി ആദ്യം ശ്രമിക്കുക. ആ കൊച്ചുകുട്ടി കാണിച്ചെന്ന സത്യം അതാണ്. നമ്മൾ ഓരോരുത്തരും മാറാൻ തയ്യാറായാൽ ഈ ലോകം നമുക്ക് മുന്നേ മാറിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല, ഈ ലോകം കൂടുതൽ മനോഹരമാകും. ഈ പുതുവർഷത്തിൽ നമുക്ക് നമ്മളെ തന്നെ നല്ല നന്മയുള്ള ആളുകളാക്കി മാറ്റാം. തിന്മയെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാം.